ആരായിരിക്കും ദില്ലി മുഖ്യമന്ത്രി? ഈ സസ്പെൻസ് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. ദില്ലി മുഖ്യമന്ത്രിയുടെ പേര് ബി.ജെ.പി ഇന്ന് പ്രഖ്യാപിക്കും. പുതിയ മുഖ്യമന്ത്രിയുടെ പേര് പാർട്ടിയുടെ നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, അതായത് നാളെ 20-ാം തീയതി രാംലീല മൈതാനിയിൽ നടക്കും. പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ നടത്താനുള്ള നീക്കത്തിലാണ് ബി.ജെ.പി. 10 വർഷത്തെ എ.എ.പി. ഭരണത്തിന് അന്ത്യം കുറിച്ച് ബി.ജെ.പി. ദില്ലി ഭരണം പിടിച്ചു എങ്കിലും ഫലപ്രഖ്യാപനം നടന്ന ഏകദേശം 10 ദിവസം പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആര് എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. 27 വർഷത്തിന് ശേഷമാണ് രാജ്യ തലസ്ഥാനത്ത് ബി.ജെ.പി. വീണ്ടും അധികാരത്തിൽ എത്തുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിരവധി പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ സാധ്യതാ പട്ടികയിൽ പ്രധാനമായും 6 പേരാണുള്ളത്. പർവേഷ് വർമ്മ, ദില്ലി മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ പർവേഷ് വർമ്മയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ. മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ഉയർന്നു കേൾക്കുന്നത്. രണ്ടാമത് ആശിഷ് സൂദ്, മുതിർന്ന ബി.ജെ.പി. നേതാവും സൗത്ത് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെ മുൻ ചുമതലക്കാരനുമായ ആശിഷ് സൂദാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പ്രമുഖൻ. ജനക്പുരി മണ്ഡലത്തിൽ നിന്ന് 68,986 വോട്ടുകൾക്കാണ് സൂദ് വിജയിച്ചത്. വിജേന്ദർ ഗുപ്ത, ഡൽഹി മുൻ ബി.ജെ.പി. അധ്യക്ഷൻ വിജേന്ദർ ഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. രോഹിണിയിൽ നിന്ന് തുടർച്ചയായി 3-ാം തവണയും വിജയിച്ച ഗുപ്തയ്ക്ക് കാര്യമായ നിയമസഭാ പരിചയമുണ്ട് എന്നത് തന്നെയാണ് ഏറെ പ്രത്യേകത. മുൻപ് ദില്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം അരവിന്ദ് കെജ്രിവാളിന്റെ എ.എ.പിയുടെ നയങ്ങൾക്കെതിരെ ശക്തമായി പ്രതിരോധം തീർത്തിരുന്നു. സതീഷ് ഉപാധ്യായ, RSS അനുയായിയായ സതീഷ് ഉപാധ്യായയും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന്റെ വൈസ് ചെയർമാനായും ബി.ജെ.പിയുടെ മധ്യപ്രദേശ് ഘടകത്തിന്റെ ഇൻചാർജായും പ്രവർത്തിച്ചിട്ടുള്ള ഉപാധ്യായയെ വിശ്വസ്തനായ പാർട്ടി തന്ത്രജ്ഞനായാണ് ബി.ജെ.പി. കാണുന്നത്. ശിഖ റോയ്, ഒരു വനിതാ മുഖ്യമന്ത്രിയും ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സൗരഭ് ഭരദ്വാജിനെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുന്ന ശിഖ റോയ്ക്കാണ്. അവർ ദക്ഷിണ ഡൽഹിയിൽ ബി.ജെ.പിയുടെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. രേഖ ഗുപ്ത, ഷാലിമാർ ബാഗിൽ നിന്ന് ആം ആദ്മി പാർട്ടിയുടെ വന്ദന കുമാരിക്കെതിരെ 29,000 വോട്ടുകൾക്ക് വിജയിച്ച രേഖ ഗുപ്തയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. 70 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 48 സീറ്റുകളാണ് ബി.ജെ.പി. നേടിയത്. ഭരണകക്ഷിയാർന്ന എ.എ.പി. 22 സീറ്റുകളെ വിജയിച്ചു. ഇത്തവണയും കോൺഗ്രസിന് സീറ്റുകളൊന്നും കിട്ടിയിരുന്നില്ല. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് 1952-ലാണ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ചൗധരി ബ്രഹ്മപ്രകാശ് ഉദ്ഘാടന മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1952 മാർച്ച് 17 മുതൽ 1955 ഫെബ്രുവരി 12 വരെ അദ്ദേഹം ആ പദവിയിൽ തുടർന്ന് ഡൽഹി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതിന് 5 വർഷത്തിൽ ഒരിക്കൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 2024 സെപ്റ്റംബർ 15 രാജിവെച്ച ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു ഇപ്പോഴത്തെ ന്യൂഡൽഹി മുഖ്യമന്ത്രി. എന്തായാലും 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബി.ജെ.പി. ദില്ലിയിൽ അധികാരത്തിലെത്തുമ്പോൾ ദില്ലിയിലെ മുഖ്യമന്ത്രി ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയിൽ തന്നെയാണ് രാജ്യമൊന്നടങ്കം. ന്യൂസ് ഡെസ്ക് കർമ്മ.